ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ പറയാൻ പോകുന്ന ടോപ്പിക് എന്താ വെച്ചാൽ നമ്മുടെ ഇപ്പോൾ കുട്ടികളുടെ ഓർമ്മശക്തി കൂടാനുള്ള കുറച്ച് യോഗാസനങ്ങളുണ്ട്. അതെന്താ വെച്ചാൽ നമുക്കിപ്പോൾ നോക്കാട്ടോ. ഈ യോഗാസനങ്ങൾ നിങ്ങൾ ഡെയിലി ഒരെണ്ണായാലും ചെയ്താൽ നിങ്ങൾക്ക് കുട്ടികൾക്ക് നല്ല ഓർമ്മശക്തി കൂടാനുള്ള ചാൻസസ് ഉണ്ട്. ആൻഡ് ഫസ്റ്റ് തടാസനം. സോ ഈ തടാസനം നമ്മൾ ഡെയിലി ചെയ്താൽ നമ്മുടെ ബോഡി ബാലൻസ്ഡ് ആയിട്ട് ഇരിക്കും. ആൻഡ് അങ്ങനെ തന്നെ നമ്മുടെ ബ്രെയിനിക്ക് ഓക്സിജൻ നല്ലപോലെ കിട്ടും. ആൻഡ് നമുക്ക് ഓർമ്മശക്തി കൂടാനുള്ള ചാൻസസ് ഉണ്ട്. ആൻഡ് ഈ ആസനം എങ്ങനെയാണോ ഞാനിപ്പോൾ കാണിക്കാൻ പോവാണ്. സോ അതുപോലെ നിങ്ങൾ ചെയ്താൽ മതി. സെക്കൻഡ് പോയിന്റ് വജ്രാസനം. ഈ വജ്രാസനം ചെയ്താൽ നമ്മുടെ ബ്രെയിൻ നല്ല ആക്റ്റീവ് ആയിരിക്കും. ആൻഡ് നമുക്ക് കോൺസെൻട്രേഷൻ കൂടാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഇതെങ്ങനെയാണോ ഞാനിപ്പോൾ പറയാം. തേർഡ് പോയിന്റ് എന്താ വെച്ചാൽ വൃക്ഷാസനം. സോ ഈ വൃക്ഷാസനം ചെയ്താൽ നമ്മുടെ ബോഡി ബാലൻസ്ഡ് ആയിട്ട് ഇരിക്കും. സോ എങ്ങനെ വൃക്ഷാസനം കാരണം നമ്മുടെ ഓർമ്മശക്തി കൂടും. സോ ഈ വൃക്ഷാസനം എങ്ങനെ നമുക്ക് നോക്കാം. ഫോർത്ത് പോയിന്റ് ഉത്താസനം. സോ ഈ ഉത്താസനം നമ്മൾ റെഗുലർ ആയിട്ട് ചെയ്താൽ നമ്മുടെ ബ്രെയിനിക്ക് ബ്ലഡ് സർക്കുലേഷൻ നല്ലപോലെ ഉണ്ടാകും. ആൻഡ് അങ്ങനെ തന്നെ നമ്മുടെ എല്ലാ ഓർമ്മശക്തി നല്ലപോലെ കൂടാൻ ചാൻസസ് ഉണ്ട്. സോ ഈ ഉത്താസനം എങ്ങനെയാണ് ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോവാ. നെക്സ്റ്റ് തിങ് കോബ്ര പോസ്, അതുപോലെ ഭുജംഗാസനം. ചെയ്താൽ നമ്മുടെ തലയ്ക്കും ബ്രെയിനിക്കും നല്ലപോലെ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും. സോ ഇങ്ങനെ ബ്ലഡ് സർക്കുലേഷന് കാരണം അവരുടെ കുട്ടികളുടെ ബോഡി നല്ല ഫിറ്റ്നസ് ആയിരിക്കും. ഈ കോബ്ര പോസ് എങ്ങനെയാണെന്ന് ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നു. നെക്സ്റ്റ് തിങ് ഹലാസനം. ഈ ഹലാസനം ചെയ്താൽ കുട്ടികളുടെ ബ്രെയിൻ ശാന്തമായിരിക്കും. സോ അങ്ങനെ കോൺസെൻട്രേഷന് കൂടാനുള്ള ചാൻസസ് ഉണ്ട്. ഇതെങ്ങനെയാണെന്ന് ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്നു. നെക്സ്റ്റ് വൺ പ്രാണായാമം. പ്രാണായാമം നമ്മുടെ ശ്വാസ നിയന്ത്രണം അല്ലെങ്കിൽ നമ്മുടെ ജീവശക്തിയെ നിയന്ത്രിക്കാനുള്ള യോഗാസനമാണ് പ്രാണായാമം. സോ ഈ പ്രാണായാമം ഡെയിലി ചെയ്താൽ നിങ്ങൾക്കുള്ള ഈ ബ്രീത്തിങ് ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ ബ്രീത്തിങ് നോർമൽ ആയിരിക്കും. സോ ഈ ആസനം നിങ്ങൾ ഡെയിലി ചെയ്യുക. താങ്ക് യു. ഇപ്പോൾ ഈ ആസനം എങ്ങനെയാണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. നെക്സ്റ്റ് എന്താ വെച്ചാൽ ലാസ്റ്റ് തിങ് ശവാസനം. ഈ ശവാസനം നമ്മൾ ഡെയിലി ചെയ്താൽ നമ്മുടെ ബോഡിയിൽ സ്ട്രെസ്നെസ് കുറയും. സോ നമ്മുടെ ഓർമ്മശക്തി ഇംപ്രൂവ് ആവും. സോ ഇത്രയും ആസനങ്ങൾ നമ്മൾ ഡെയിലി ചെയ്തുകൊണ്ട് പോയാൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. ഒന്നായാലും ചെയ്താൽ നമുക്ക് നല്ല ആരോഗ്യമായിട്ട് നമ്മൾ ഇരിക്കും. നല്ല ആരോഗ്യം നിങ്ങൾക്ക് കിട്ടും. എങ്ങനെയാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്.